ലൈവ് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലൈഫ് സ്റ്റോറി പറയുന്ന ആ ഒരു സെഗ്മെന്റ് ആയിരുന്നു. അപ്പൊ ബിന്നിയും അത് കഴിഞ്ഞ് ഷൈത്യയും അവരുടെ ലൈഫ് സ്റ്റോറീസ് പറയുമായിരുന്നു. അപ്പൊ നമ്മുടെ ഷൈത്യ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ദുഃഖങ്ങളും ക്ലേശങ്ങളും സ്ട്രഗിൾസും ഒക്കെ നിറഞ്ഞൊരു ലൈഫ് സ്റ്റോറി ആയിരുന്നു അതും എല്ലാവരുടെയും പോലെ തന്നെ. ആ സമയത്ത് റെനയും ആര്യനും ചിരിച്ചു എന്നാണ് അഭിലാഷ് അതേപോലെ ഒനീൽ സാബും ഒക്കെ പറയുന്നത്. ലൈവിൽ ഞാൻ കണ്ടത് ആര്യന്റെ കണ്ണിൽ നിന്ന് എന്തോ ആനന്ദ കണ്ണീര് വന്ന പോലെ ഇരിക്കുന്നതായിട്ടാണ്. വളരെ ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ചിരിയില്ലേ, അതായിരുന്നു ആര്യന്റെ മുഖത്തെ ചിരി. പക്ഷെ ആര്യൻ ചിരിച്ചിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. റെന ചിരിച്ചു എന്നുള്ളത് എപ്പിസോഡിൽ നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരാളുടെ ജീവിതകഥ പറഞ്ഞതിന് ശേഷം ആ ഒരു ഇമോഷനിൽ പങ്കുചേരാതെ വെറുതെ കടന്ന് ഷോ കാണിക്കുന്ന പരിപാടിയോട് എനിക്ക് അത്ര യോജിപ്പില്ല. എന്നാലും ഓക്കെ, അഭിലാഷ് ആണെങ്കിലും ഒനിയിലാണെങ്കിലും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, ആരാണെങ്കിലും ചൂണ്ടിക്കാണിക്കും. ആദ്യം അഭിലാഷ് ആര്യന് നേരെ കയറിയെങ്കിൽ പിന്നീട് പറയുന്നുണ്ട് നിന്നെ അല്ല അളിയ ചിരിച്ച ഒരുപാട് പേരുണ്ട്, റെനയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അഭിലാഷ്. ആര്യൻ ചെരുപ്പൊക്കെ എടുത്ത് എറിയുന്നുണ്ട് വല്ലാതെ ട്രിഗറായിട്ട്. എന്നിട്ട് പിന്നീട് റെനയുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് അഭിലാഷും അതേപോലെ ഒനിയിലും. അപ്പോൾ റെന സമ്മതിക്കുന്നു ആര്യൻ മുഖത്തെന്തോ ഗോഷ്ടി കാണിച്ചപ്പോൾ ഞാൻ ചിരിച്ചു എന്ന്. ഇത് റെനയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം മാത്രമാണ്. എപ്പിസോഡിൽ വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട് ആ ഒരു സംഭവം. ഇതിൽ ഒനീൽ സാബു ഇത്തിരി ഓവറായ പോലെ എനിക്ക് തോന്നി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, മെന്റലി തളർത്താൻ റെന ഫാത്തിമ ഇത്തിരി ഈസി ടാർഗറ്റ് ആണെന്ന് കരുതി പുള്ളി ഒരുപാട് തോന്നിവാസം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പോയി ബോയ് ഫ്രണ്ടിനെ ഉണ്ടാക്കുന്നും ഓടി പുല്ലേന്നും നീ കീടമാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒനീൽ സാബു അവിടെ ആർക്കെതിരെയും ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സമക്കാരോട് വഴക്കുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോഴാണ് വയസ്സിന് താഴെയുള്ള ഒരാളോട് വഴക്കുണ്ടാക്കുന്നത്. റെനയോട് മാത്രം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രായത്തിന് ഇത്തിരി കുറവായതുകൊണ്ട് പുറത്താക്കാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും, അതായിരിക്കും പുള്ളിയുടെ ഗെയിം. പിന്നെ ചെരുപ്പെടുത്ത് എറിഞ്ഞത് അങ്ങേയറ്റം മോശം പ്രവൃത്തി തന്നെയാണ്. സീസൺ 3 റംസാൻ ഇത് ചെയ്തപ്പോൾ പുള്ളിക്ക് ലാലേട്ടൻ കൊടുത്ത ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം. അന്നത് മണിക്കുട്ടന്റെ ദേഹത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു ചെരുപ്പ്. ഇന്നിപ്പോ അത് കൊണ്ടിട്ടൊന്നുമില്ല അഭിലാഷിന്റെ ദേഹത്ത്, പക്ഷെ എറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ആ സെയിം ശിക്ഷ ആര്യന് കൊടുക്കണം എന്നാണ് അഭിപ്രായം. കാരണം വായിൽ മറ്റേ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവർക്ക് അല്ലെങ്കിൽ അത്രയും പ്രിവിലേജിൽ ജനിച്ചവർക്ക് ഒരിക്കലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരുടെ ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും മനസ്സിലായി എന്ന് വരണമെന്നില്ല. അത് മാത്രമല്ലെന്നേ, ആര്യനാണെങ്കിലും ജിസേലാണെങ്കിലും റെനയ്ക്കാണെങ്കിലും എല്ലാവരോടും ഒരു പുച്ഛമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനെയും ഒരു ജോക്കാക്കി എടുക്കുന്നത് പോലെയും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഇവരുടെ മാത്രം ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്തല്ല, വേറെ പലരും അവിടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഇവരിങ്ങനെ ചെറുപുഞ്ചിരിയോടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മേ ബി അവരുടെ ചുറ്റുപാടുകൾ അങ്ങനത്തെ ആയിരിക്കാം, ഞാൻ ബ്ലെസ്ഡ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിരിക്കുന്നത്. പക്ഷെ അബദ്ധവശാൽ പോലും ലൈഫ് സ്റ്റോറി ഒരാൾ പറയുമ്പോൾ വേറൊരാൾ അതിൽ കയറി ഇങ്ങനെ ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ തമാശ ഇല്ലെങ്കിൽ കയറി ചിരിക്കുന്നത് ഭയങ്കര തെറ്റാണ്. അത് അവിടെ നിന്ന് കഥ പറയുന്ന ആളെ അവഹേളിക്കുന്നതിന് തുല്യം തന്നെയാണ്. ലൈവിൽ ഈ ഒരു ഇഷ്യൂ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം.